ചരിത്രത്തിൻ്റെ താളുകളിൽ മാനവികത ഇല്ലാതായ ഒരു വലിയ ദുരന്തത്തിൻ്റെ തുടക്കമായിരുന്നു 1921 ജൂലൈ 29 അരങ്ങേറിയത്. അന്നായിരുന്നു നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന നാസി പാർട്ടിയുടെ പരമാധികാരിയായി അഡോൾഫ് ഹിറ്റ്ലർ ചുമതലയേറ്റത്. കേവലം ഒരു രാഷ്ട്രീയ മാറ്റമായിരുന്നില്ല അത്. പിൽക്കാലത്ത് ജർമ്മനിയിലും പോളണ്ടിലുമായി ലക്ഷക്കണക്കിന് കത്തോലിക്കരെയും കോടിക്കണക്കിന് ജൂത വംശജരെയും മിഷണറിമാരെയും കൊന്നൊടുക്കിയ അപരവിദ്വേഷത്തിൻ്റെ വിത്ത് പാകിയ കറുത്ത ദിനം കൂടിയായിരുന്നു അത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി ഏറെക്കുറെ തകർന്നിരിക്കുകയായിരുന്നു. സാമ്പത്തിക തകർച്ച, തൊഴിലില്ലായ്മ, ദേശീയ അപമാനം. ഈ സാഹചര്യത്തിലാണ് ഹിറ്റ്ലർ ജനങ്ങളുടെ നിരാശയെ രാഷ്ട്രീയ ആയുധമാക്കിയത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വെറുപ്പും വർഗീയതയും ദേശീയതയുടെ തീവ്ര രൂപവും നിറഞ്ഞതായിരുന്നു. 1921 ജൂലൈ 29 അദ്ദേഹം നാസി പാർട്ടിയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു. ഏറെ വൈകാതെ ജർമ്മനിയുടെ ചാൻസലറായി. ഹിറ്റ്ലറുടെ ക്രൂരതയുടെ ഏറ്റവും വലിയ ഇരകൾ ജൂതന്മാരായിരുന്നു. ജർമ്മനിയുടെ എല്ലാ തകർച്ചയ്ക്കും കാരണം ജൂതന്മാരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഫൈനൽ സൊല്യൂഷൻ എന്ന വംശഹത്യയ്ക്ക് രൂപം നൽകി. ആയിരത്തി 1935 യഹൂദരുടെ പൗരാവകാശങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ട് ന്യൂറൻബർഗ് നിയമങ്ങൾ, പിന്നാലെ ആയിരക്കണക്കിന് സിനഗോഗുകൾ ആക്രമിക്കപ്പെടുകയും യഹൂദരുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും തകർക്കുകയും ചെയ്ത് കൂട്ടക്കൊല അരങ്ങേറിയ പൊട്ടിയ സ്ഫടികങ്ങളുടെ രാത്രി എന്നർത്ഥമുള്ള ക്രിസ്റ്റൽ നാറ്റ്. ജൂതന്മാരെ നാടുകടത്തുന്നതിനും കൊലപ്പെടുത്തുന്നതിനും മുന്നോടിയായി നഗരങ്ങളിൽ നിന്ന് മാറ്റി നിർബന്ധിതമായി തിങ്ങി നിറഞ്ഞ് താമസിപ്പിക്കുന്ന ഗെറ്റോകൾ. പോളണ്ടിലെ നാസികൾ നിർമ്മിച്ച ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പും ഗ്യാസ് ചേംബർ കൊലപാതകങ്ങളും വൈദ്യ പരീക്ഷണങ്ങളും അരങ്ങേറിയ ഔഷ്വിറ്റ്സ്. ജൂതവംശത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ നാസികൾ നടപ്പിലാക്കിയ ഫൈനൽ സൊല്യൂഷൻ പദ്ധതിക്കായി പ്രത്യേകം നിർമ്മിച്ച കൂട്ടക്കൊല കേന്ദ്രങ്ങളായ ട്രെംബ്ലിംഗ, സോബിബോർ, ചെൽനോ. ലക്ഷങ്ങളെ കൂട്ടക്കൊല ചെയ്ത ഈ ആക്രമണങ്ങളുടെ എല്ലാം ആകെത്തുകയായി ലോകം ഇതിനെ ഹോളോകോസ്റ്റ് എന്ന് വിളിച്ചു. ഏകദേശം 60 ലക്ഷം യൂതന്മാരായിരുന്നു ഈ കൂട്ടക്കൊലയിൽ ഇല്ലാതായത്. ആര്യവർഗം പരമോന്നതമാണ് എന്ന വിശ്വാസം, യഹൂദ വിരോധം, വംശീയ ശുദ്ധി, ഭിന്നശേഷിക്കാരില്ലാതാക്കൽ, ഈ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളായ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന വിശ്വാസത്തോട് ഹിറ്റ്ലർ നേരിട്ട് ഏറ്റുമുട്ടുകയായിരുന്നു. ഹിറ്റ്ലർ കത്തോലിക്ക സഭയെ തൻ്റെ ആധിപത്യത്തിന് മുന്നിലെ ഏറ്റവും വലിയ തടസ്സമായി കണ്ടു. സഭയുമായി റീച്ചസ് കോർഡാറ്റ് എന്ന ഒരു താൽക്കാലിക കരാറിൽ ഒപ്പുവെച്ചുവെങ്കിലും അധികം വൈകാതെ ഹിറ്റ്ലർ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് രംഗത്തിറങ്ങി. കത്തോലിക്ക യുവജന സംഘടനകൾ നിരോധിക്കുകയും സഭാപത്രങ്ങൾ പൂട്ടിക്കുകയും അൽത്താരകളിൽ നിന്ന് കുരിശുകൾ വരെ ഇളക്കി മാറ്റിക്കൊണ്ട് നാസി സ്വസ്തിക ചിഹ്നം സ്ഥാപിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. നാസി ഭീകരതയുടെ ക്രൂരതയ്ക്കിരയായ വൈദികരുടെ ചരിത്രം പലപ്പോഴും ലോകം വിസ്മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഡൗചൗ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ മാത്രം വൈദികർക്കായി ഫ്ലാറ്റ് ബ്ലോക്ക് എന്ന പേരിൽ പ്രത്യേക തടവറകൾ പോലും ഉണ്ടായിരുന്നു. ചരിത്രരേഖകൾ പ്രകാരം ഡൗചൗവിൽ മാത്രം ഏകദേശം 2700-ലധികം വൈദികർ തടവിലുണ്ടായിരുന്നു. അവരിൽ ഭൂരിഭാഗവും കത്തോലിക്കലുമായിരുന്നു. അവരിൽ നൂറുകണക്കിന് പേർ അവിടെ തന്നെ മരിച്ചു വീഴുകയായിരുന്നു. പോളണ്ട്, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കത്തോലിക്ക വൈദികരും മെത്രാന്മാരുമായിരുന്നു അവിടെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത്. അവരിൽ മിക്കവരും ദാരുണമായി കൊല്ലപ്പെടുകയായിരുന്നു. എന്നാൽ ആ നരകതുല്യമായ തടവറകളിൽ നിന്നും അവർ രഹസ്യമായി പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും തങ്ങളെ പീഡിപ്പിച്ച നാസി സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. നാസി ഭീകരതയുടെ ഇരുളിൽ സ്നേഹത്തിൻ്റെ വലിയൊരു പ്രകാശമായി മാറിയത് ഫ്രാൻസിസ്കൻ വൈദികനായ വിശുദ്ധ മാക്സിമിലിയൻ കോൾബെയായിരുന്നു. ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ വെച്ച് ഒരു തടവുകാരൻ രക്ഷപ്പെടുന്നതിന് പകരമായി 10 പേരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ നാസി കമാൻഡർ വിധിച്ചു. ആ കൂട്ടത്തിൽ കരയുന്ന ഭാര്യയും മക്കളുമുള്ള ഒരു കുടുംബനാഥന് പകരം ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്വന്തം ജീവൻ നൽകാൻ ഫാദർ കോൾബെ സ്വയം മുന്നോട്ട് വരികയായിരുന്നു. ആ ഇരുണ്ട പട്ടിണി തടവറയിൽ കിടന്ന മറ്റുള്ളവർക്ക് ആത്മീയ ധൈര്യം പകർന്നുകൊണ്ട് ഒടുവിൽ 1941 ഓഗസ്റ്റ് 14 അദ്ദേഹം രക്തസാക്ഷിയായി. നാസി ക്രൂരതയ്ക്ക് മുന്നിൽ സഭ ഉയർത്തിയ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിരോധമായിരുന്നു അത്. 1939 ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുമ്പോഴും സഭയെ തകർക്കാനുള്ള സംഘടിത ശ്രമങ്ങൾ നടന്നു. നൂറുകണക്കിന് ദേവാലയങ്ങളാണ് അടച്ചുപൂട്ടിയത്. ആയിരക്കണക്കിന് വൈദികരെ അറസ്റ്റ് ചെയ്തു.
അനേകം ബിഷപ്പുമാർ നിരീക്ഷണത്തിലായി. ചരിത്രകാരന്മാരുടെ കണക്കുകൾ പ്രകാരം ആയിരക്കണക്കിന് പോളിഷ് വൈദികർ നാസി പീഡനത്തിൻ്റെ ഇരകളായി. എന്നാൽ 1945 ബെർലിൻ വളയപ്പെട്ടു. ഹിറ്റ്ലറുടെ സാമ്രാജ്യം തകർന്നു വീണു. ഏപ്രിൽ 30 ബങ്കറിനുള്ളിൽ ആ നാസി ഭീകര തലവൻ ആത്മഹത്യ ചെയ്തു. നാസി പതാക താഴ്ന്നു. ഹിറ്റ്ലറും അയാളുടെ നാസി സാമ്രാജ്യവും വെറും 12 വർഷങ്ങൾ കൊണ്ട് ചരിത്രത്തിൻ്റെ ചാരക്കുട്ടയിലേക്ക് മറഞ്ഞു. എന്നാൽ സഭയുടെ അൾത്താരകളിൽ ഇന്നും ക്രിസ്തുവിൻ്റെ ബലി അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു.